ഹായ്, അസ്സലാമു അലൈക്കും. ഈസിയായി റെഡിയാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ളൊരു കൊത്തു പൊറോട്ടൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. 2 പൊറോട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു എഗ്ഗ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഹാഫ് സവാള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നോർമൽ സൈസിലൊരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പില. നമുക്കത് റെഡിയാക്കി എടുക്കാം. ഒരു പാൻ ചൂടായി വന്നപ്പോൾ ഞാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളി ഉള്ളി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് അവിടെ റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു എഗ്ഗ്, കുറച്ച് പെപ്പർ പൗഡറും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പൊറോട്ട നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതൊന്ന് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അത് നമുക്ക് ചെറിയ പീസസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കൊത്തു പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റ് വരിക അത്രയും ചെറിയ പീസസായി കട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ. ഇതെല്ലാം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പൊറോട്ടയ്ക്ക് ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എഗ്ഗ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അപ്പോൾ എഗ്ഗൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ എക്സ്ട്രാ മസാലകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, പൊടികളൊന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം ഞാനിതവിടെ കുറച്ച് ചിക്കൻ്റെ ഒരു ഗ്രേവിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിൽ വേറെ എക്സ്ട്രാ മസാലകളൊന്നും ചേർത്ത് കൊടുക്കാഞ്ഞത്. നിങ്ങളിങ്ങനെ ഒരു ഗ്രേവി ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി, ഗരം മസാല അതൊക്കെ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പൊറോട്ടൻ്റെ പീസും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ സോസുകളൊന്നും ചേർക്കണില്ല കേട്ടോ. ഈ ഒരു ചിക്കൻ ഗ്രേവി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. പകരം മല്ലിയിലാണെങ്കിലും പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മൊസറല്ല ചീസും കൂടാണ്. ഈ ഒരു ചീസും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു കൊത്തു പൊറോട്ട വേറൊരു ലെവലായി മാറുന്നുണ്ട്. നമ്മുടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് സമയം ഒന്ന് ഇളക്കിയെടുക്കുക. ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നൊരു സമയം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് നമ്മൾ ഈ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സോസും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.